ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് എൻ്റെ ലീവാക്കി. ആ ലീവാക്കിയത് കൊണ്ട് മക്കൾക്ക് ഭയങ്കര ആഗ്രഹം ഒന്ന് സ്കൂളിൽ കൊണ്ടുവിടണം എന്ന് പറഞ്ഞിട്ട്. പോകുന്ന വഴിയിൽ ആ സന്തോഷത്തിൻ്റെ വഴിയിൽ എൻ്റെ വണ്ടിയിൽ ഠാന്നൊരു സൗണ്ട് മാത്രം കിട്ടിയത് ഓർമ്മയുണ്ട്. ഒന്ന് ഇറങ്ങി നോക്കിയപ്പോൾ വണ്ടിയുടെ ടയർ അങ്ങ് പഞ്ചറായി എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പം എൻ്റെ മറിയൂസ് പറയണേ, ഞാനിങ്ങനെ ഉന്തിത്തരവും ആ വണ്ടി പോവോ നോക്കിയാലോ എന്നുള്ളത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വണ്ടടിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു ഐഡിയ കിട്ടിയത്. അങ്ങനെ വേറൊരാളുടെ വണ്ടി വാങ്ങിയിട്ട് നേരെ ഞങ്ങളൊന്ന് സ്കൂളിൽ എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവിടുക കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് 9:30ക്ക് ബെല്ലടിക്കുന്നതാണ്. സാറിനെ വിളിച്ച് ആദ്യം പെർമിഷൻ വാങ്ങിയത് കൊണ്ട് പിന്നെ വലിയ സീൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പാനോട് ടാറ്റയൊക്കെ പറഞ്ഞ് വളരെ വിഷമത്തോടെ മെല്ലെ പതിയെ പതിയെ ക്ലാസ്സിലേക്ക് പോകുന്ന ഈ കാഴ്ചയാണ് കാണുന്നത്. കൂടെ അവരുടെ ഒരു ഫ്രണ്ടിനെയും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പോയിട്ട് ഉപ്പാനോട് ടാറ്റ പറഞ്ഞത് രണ്ടും മറ്റേ കാറ്റ് ചണ്ടി പോയി അണ്ണാൻ പോകുന്ന പോലെ രണ്ടും ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ ഉഷച്ചി എന്ന് വിളിച്ചിട്ട് എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ പോയിട്ട് ആ ചടങ്ങ് കഴിച്ചു. ഇഷക്കുട്ടി ഇന്ന് ക്ലാസ്സിൽ പോകണോ പഠിക്കണോ എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നടക്കുന്നത്. ഇത് നമ്മൾ പോക്കിരിയാട്ടാ. ഞാൻ ബ്രേക്ക് കിട്ടുമ്പോൾ എടുക്കുന്ന ഓരോരോ വീഡിയോസും കാര്യങ്ങളാണ്. അപ്പം ക്ലാസ് ടൈമൊക്കെ കഴിയുമ്പോൾ എടുക്കുന്ന നമുക്ക് ചായയൊക്കെ ഉണ്ട്. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. പക്ഷേ നല്ല കഞ്ഞിവെള്ളം ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കൂട്ടാ. അവൻ പോയിട്ട് കുടിക്കും. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ ഇന്ന് കഞ്ഞി. ഫ്രൈഡേ ആയതുകൊണ്ട് കഞ്ഞിയായിരുന്നു. കഞ്ഞീൻ്റെ പയർ ഇവിടെ പോയി എന്നുള്ളത് ഞാൻ കുറേ ചിന്തിച്ചു. ലാസ്റ്റ് ഉഷേച്ചി പറഞ്ഞു ഇന്ന് പയർ ഒഴിവാക്കിയെന്ന്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉഷേച്ചി ഉണ്ടാക്കിയ നല്ല അടിപൊളി അച്ചാർ കൊണ്ട് തന്നത്. എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ആട്ടാ. നമ്മൾ ഈ നാരങ്ങ വെള്ളം കലക്കി പിഴിഞ്ഞ് ചടന്ന തോലില്ലേ, അത് വെച്ചുണ്ടാക്കിയ അച്ചാറാണ്. അടിപൊളി, ഒന്നും പറയാനില്ല. അത് തന്നെ ശേഷം നേരെ പോയിട്ട് ഒപ്പിടാൻ പോയിട്ട് എന്താക്കി അവിടെ ഇരുന്നിട്ട് പിന്നെ ഒരു കുപ്പി വെള്ളം ഇന്ന് ഫുള്ളും തീർക്കുമെന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ ഒരു കുപ്പി 2 കുപ്പി കുടിക്കണം എന്നെല്ലാം ശബ്ദം എടുത്തിട്ടൊക്കെ രാവിലെ പോകും ഗൈസ്. ഈ ഒരു കുപ്പി തന്നെ എനിക്ക് ഫുള്ളും കുടിച്ച് തീർക്കാൻ പറ്റില്ല കേട്ടോ. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എന്നെ വന്നിങ്ങനെ തോണ്ടുന്നുണ്ട്. വേറെ ആരുമല്ല, നമ്മൾ ദിക്രക്കുട്ടി കേട്ടോ. ദിക്രു എന്ന് ആരാ ദിക്രുവിന് പേരിട്ടെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയാം അബ്ദുള്ള എന്ന്. അബ്ദുള്ള ആരാ? വേറെ ആരുമല്ല, അവൾ ഉപ്പ തന്നെയാണ്. സ്റ്റാഫ് റൂമിൽ അങ്ങനെ ഓരോരാളും ഓരോ വർക്കിലായിരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചാൽ പിന്നെ ഞാൻ എല്ലാ ക്ലാസ്സിലും പോയിട്ട് കുട്ടികളോട് കുറച്ച് സംസാരിച്ചിട്ടൊക്കെ വരാറുള്ളൂ കേട്ടോ. അങ്ങനെ പോകും വഴിയാണ് ഈ കാഴ്ച കണ്ടത്. ആ നുള്ളൽ വീഡിയോ ഇട്ടേ പിന്നെ മൂപ്പർക്കനെ കാണുമ്പോൾ തന്നെ പേടിയാണ്. എന്നാലും ഞാൻ വെറുതെ വിടില്ല ഗൈസ്. ഇറ്റ്സ് മൈ പ്രോപ്പർട്ടി. അങ്ങനെ നമ്മളെ വിസ്മയും മനുശ്രീ മിസ്സും നീതു മിസ്സും ഒക്കെ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അതിന് വീഡിയോ എടുക്കുന്നതിട്ട് തടഞ്ഞാലും ഞാൻ വെറുതെ വിടില്ല. നോക്കാൻ അറിയാലോ, പിന്നെ നോക്കാൻ പണിക്ക് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരാൾ തലയെ കുത്തിയിട്ടുള്ള പൂവൊക്കെ എനിക്ക് കാണിച്ചു തരും കേട്ടോ. പിന്നെ അവിടെ നിന്ന് അവരോട് ചാറ്റ പറഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ചോട്ടാസിൻ്റെ അടുത്തോട്ട് തന്നെ പോയി. ഇവിടെ എന്താ നല്ല മക്കൾ അച്ചടക്കത്തോടെ ഇരിക്കുന്നു, ഒന്നും പറയണ്ട. വെറുതെ അല്ല ഈ ഇരിക്കുന്നത്, നേരെ തൊട്ട് മുമ്പിൽ നല്ല കാർട്ടൂണും വെച്ച് ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ അച്ചടക്കം. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരുപാട് ടൈം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്ലാസ്സിൽ പോയി ഒരു ബുക്സ് ഒക്കെ എടുത്ത് വെക്കുന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഒരാളൊരു ആക്ടിവിറ്റി ഒക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ സ്റ്റാഫ് റൂമിൽ പോയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. നമ്മൾ സ്റ്റാർ പുളി ഉപ്പും അതെടുത്ത് കഴിച്ചു കേട്ടോ. എൻ്റെ അമ്പോ, ഇത് തിന്നുന്ന ആ ഒരു ഫീൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. വൈകുന്നേരം സ്കൂളിൽ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി ഗൈസ്. ഞാൻ ആ സമയത്ത് തിരക്കായതുകൊണ്ട് പിന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ പിള്ളേരെല്ലാം കയറ്റി ബസ്സിൽ കയറ്റിയിട്ട് പിന്നെ നമ്മൾ നമ്മുടെ നാട്ടിലേക്കും പോയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയും ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.